ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിങ്ങും നോക്കാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് തേർഡ് പാർട്ടിയുടെ കറണ്ട് ഫീലിംഗ് നോക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെയും പേഴ്സൻ്റെ ഇടയിലുള്ള അതർ സിറ്റുവേഷൻ എന്താണോ, നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാതെ ഉണ്ടാകുന്ന അതർ സിറ്റുവേഷൻ. അത് ചിലപ്പോൾ ഫാമിലി ആകാം, ഫ്രണ്ട്സ് ആകാം, ഇല്ല എങ്കിൽ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഹസ്ബൻഡോ വൈഫോ ആകാം, കുട്ടികളാകാം, കരിയറാകാം. തേർഡ് പാർട്ടി ഇല്ല എങ്കിൽ നമ്മുടെ കാസ്റ്റ്, കൾച്ചർ, ട്രഡീഷണൽ, ഇല്ല എങ്കിൽ നിങ്ങൾ സ്റ്റാറ്റസ്, അതായത് നിങ്ങൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാവാം, അല്ലെങ്കിൽ അവർ പണമുള്ള വീട്ടിലെ ആളാവാം. അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള അതും ഒരു തേർഡ് പാർട്ടിയാണ്. ഡിഫറൻസസ്, നിങ്ങൾ തമ്മിൽ എന്താണോ ഡിഫറൻസസ്, അത് ചിലപ്പോൾ വീട്ടുകാർ അംഗീകരിക്കത്തില്ല. അതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് വരുന്ന എനർജി അനുസരിച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഒരു തേർഡ് പാർട്ടിയും ഇല്ല. ഇവിടെ നിങ്ങൾക്ക് അവർക്കോ ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂ ആണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകും, അതായിരിക്കും ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് അവർക്ക് എന്തെങ്കിലും വലിയൊരു അസുഖം അവർക്ക് മനസ്സിലായി കാണും. ഇങ്ങനൊരു അസുഖം എനിക്കുണ്ട്, ഇനി ഞാൻ എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്ത പോലെ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് ദൂരെ പോകാം ഈ ഒരു അസുഖം മറച്ചു വെച്ചിട്ട്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് അവർക്ക് എന്തോ ഒരു അസുഖമുണ്ട്, അപ്പോൾ നിങ്ങളുടെ ജീവിതവും കൂടെ അവർ കാരണം ഇല്ലാതാവണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു എനർജി. ഇവിടെ ഒന്നുകിൽ ഇവർക്ക് എന്തോ ഒരു വലിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, ഇല്ല എങ്കിൽ ഇവർക്കൊരു ഡൗട്ടാണ്, എനിക്ക് അങ്ങനെ ഒരു അസുഖമാണ്, ഞാൻ ഇനി എൻ്റെ പേഴ്സൻ്റോട് കൂടുതലായിട്ട് അടുക്കാൻ പോകണ്ട എന്നൊക്കെയുള്ള ഡൗട്ട് വെച്ച് നിങ്ങളോട് പെരുമാറുന്നതായിട്ടൊരു എനർജി. ചില ആൾക്കാരുടെ ലൈഫിൽ ഈഗോയാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. കഠോരമായിട്ടുള്ള വാക്കുകളായിരിക്കും അവരുടെ വായിൽ നിന്ന് വരുന്നത്. ഉള്ള ഡിസ്റ്റൻസാണ് ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഒത്തിരി അകന്നുപോയി, അപ്പോൾ ആ ഒരു അകൽച്ചയാണ് ഇവിടെ തേർഡ് പാർട്ടി. ഇവിടെ ചില ആൾക്കാരുടെ മാരേജ് അവരുടെ അച്ഛനും അമ്മയും പറയുന്ന അനുസരിച്ച് അവരുടെ ഇഷ്ടപ്രകാരം നടക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം അച്ഛനും അമ്മയും ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നതുകൊണ്ടാണ് അവർ പറയുന്ന അനുസരിച്ച് ഇവർ മാരേജ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ അവരുടെ വീട്ടിൽ അവരുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം നിങ്ങളുടെ തേർഡ് പാർട്ടി. നെക്സ്റ്റ് എനർജി, നിങ്ങളുടെ പേഴ്സൺ എന്തോ കഷ്ടപ്പെട്ട്, അതായത് ആരുടെയോ നിർബന്ധപ്രകാരം അവർക്കിഷ്ടമില്ലാതെ ഒരു ഡിസിഷൻ എടുത്തു. ആ ഒരു ഡിസിഷൻ മുഖേന ഇവർ ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കുന്നത് ഇവർ വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാലും വളരെ ചിരിച്ചുകൊണ്ടുള്ള പോസ്റ്റ്. എല്ലാവരും വിചാരിക്കുന്നത് ഇവർ സന്തോഷമായിട്ടിരിക്കുകയാണ്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവർ എന്തുകൊണ്ടാണ് സഫറിങ് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവർ നിങ്ങളെ ചതിച്ചിട്ട് വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം വേറൊരാളെ ചിലപ്പോൾ മാരേജ് ചെയ്ത് കാണും, ഇല്ല എങ്കിൽ എൻഗേജ്മെൻറ്റ് വരെ ആയി കാണും ചിലപ്പോൾ. അപ്പോൾ ഇവർ ആലോചിക്കുന്നത് നിങ്ങളെ ചതിച്ചിട്ടല്ലേ ഇവരിപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടപ്രകാരം വേറൊരാളെ കല്യാണം കഴിച്ചു. അപ്പോൾ അവർക്ക് ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ അത്രമാത്രമായിരിക്കാം ഇവർ സ്നേഹിച്ചതില്ല എങ്കിൽ വളരെ വലിയ മോഹന വാഗ്ദാനങ്ങൾ ഇവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. മാരേജ് ചെയ്യും, മാരേജ് കഴിഞ്ഞ് ഇത്ര കുഞ്ഞുങ്ങൾ നമുക്കുണ്ടാകും, നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ഇവർ തന്നിട്ടുണ്ടാകും. അതൊക്കെ ആലോചിച്ച് ഇവർ ഭയങ്കരമായിട്ട് കുറ്റബോധം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഞാനാണ് ഇവരുടെ ജീവിതത്തിൽ ആദ്യം വന്ന ആൾ, പക്ഷേ തേർഡ് പാർട്ടി രണ്ടാമത് വന്നിട്ട് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം നരകതുല്യമാക്കി എന്നാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇവർക്കും ഈ ഒരു കാര്യത്തിൻ്റെ റിയലൈസേഷൻ ഉണ്ട്. അതായത് ഇവരാണ് നിങ്ങളെ വളരെ മോശമായ രീതിയിൽ ചതിച്ചത് എന്ന് ഇവർക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ട്.
ഇവിടെ ഇവർ കൺഫ്യൂഷനിലാണ്. ഒന്നുകിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നിറവേറ്റണം, അതായത് അച്ഛനും അമ്മയും പറഞ്ഞ ആളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. ഇല്ല എങ്കിലും ഈ രണ്ട് സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ കൂടെ നിൽക്കണം ഞാൻ എന്നാണ് ഇവർക്കിപ്പോൾ തോന്നുന്നത്. ആ ഒരു കൺഫ്യൂഷനിലാണ് ഇവർ ഇപ്പോൾ. അപ്പോൾ ഈ രീതിയിലുള്ള സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടിയോട് വഴക്കിടുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സൺ എന്ന് ചോദിച്ചപ്പോൾ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയോട് ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവർ പെരുമാറുന്നത്. അവരുമായിട്ട് ഭയങ്കരമായിട്ടൊരു അകൽച്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ട്. അതായത് ഇവരെ തന്നെ ഇവർ ബിസിയാക്കുന്നു, കൂടുതലും വർക്ക് ചെയ്യുക, ഇല്ല എങ്കിൽ കൂടുതൽ എന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക, അങ്ങനെ ഇവരെ തന്നെ ഇവർ ബിസിയാക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടി ഇവിടെ കുറേ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് വന്നിട്ട് ഹെൽത്ത് ഇഷ്യൂ ഫസ്റ്റ് പറഞ്ഞത്, പിന്നെ ഈഗോ, പിന്നെ ബ്ലെയിം, നിങ്ങളുടെ മേൽ എന്തെങ്കിലും ബ്ലെയിം ചെയ്തത് കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മേൽ നിങ്ങൾ എന്തെങ്കിലും ബ്ലെയിം ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളോട് ഇവർ എന്തെങ്കിലും ബ്ലെയിം ചെയ്തോ അത് കാരണമോ, ഇല്ല എങ്കിൽ ഒബ്സ്റ്റിക്കിൾസ് പല തടസ്സങ്ങൾ കാരണം, ഇല്ല എങ്കിൽ ഇവരുടെ ഫാമിലി ഭയങ്കരമായിട്ട് പറഞ്ഞ് ഫാമിലിക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഇവരെ ഭയങ്കരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാകാം. ഇല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ്, ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാരീഡ് ആയി കാണും. അവർ പറയുന്ന കേട്ട്, അതായത് അച്ഛനും അമ്മയും പറയുന്ന കേട്ട് ഓൾറെഡി മാരീഡ് ആയി കാണും അവർ, അല്ല എങ്കിൽ എൻഗേജ്മെൻ്റ് ആയി കാണും അവരുടെ. ഇവിടെ ഫൈനാൻഷ്യൽ ഇഷ്യൂവും തേർഡ് പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ മാരേജ് ചെയ്യുകയാണ് എങ്കിൽ കല്യാണം കഴിഞ്ഞ് പിന്നെ എങ്ങനെ ജീവിക്കും, കുഞ്ഞുങ്ങളൊക്കെ ആയാൽ പിന്നെ എങ്ങനെ ജീവിക്കും, ഞാനിപ്പോഴേ ഫൈനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാരേജിനെ കുറിച്ച് ചിന്തിക്കാം എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നപ്പോൾ ഇവിടെ ഫൈനാൻഷ്യൽ ഇഷ്യൂവും തേർഡ് പാർട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും സിറ്റുവേഷൻസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ ഈ രണ്ട് സിറ്റുവേഷനിലും ബാലൻസായി കൊണ്ടുപോകും, ഇല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ കൂടെ പോകും. ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി പുറത്ത് വന്നിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സന്തോഷമായിട്ടാണോ ഉള്ളത് എന്ന് നോക്കുമ്പോൾ അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ വെയിറ്റ് ചെയ്യുകയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാനായിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ്. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രൊട്ടക്റ്റീവും പൊസസീവുമാണ്. ഇവരുടെ ആഗ്രഹം നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നാണ്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം, വരാൻ പോകുന്ന സമയം നിങ്ങളെ മാരേജ് ചെയ്യണം, നിങ്ങളുടെ കൂടെ ജീവിക്കണം, നിങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. ഇതൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരുടെ മെയിൻ വിഷും അതാണ്. ഇവിടെ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് ഈ ഒരു ജീവിതം, അതായത് ബെസ്റ്റ് ഒരു ലൈഫാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ കൂടെ ഇല്ലാത്തപ്പോൾ ഒരു ഒറ്റപ്പെടലാണ്. നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഓരോ നിമിഷവും ഇവർക്ക് വളരെ ബെസ്റ്റായിട്ടാണ് തോന്നുന്നത്. കൂടാതെ ഇവർ എത്ര തന്നെ ദൂരെ നിന്നാലും നിങ്ങളിൽ നിന്ന് എത്ര തന്നെ മോശം സിറ്റുവേഷൻ ആയാലും ഇവരുടെ ചിന്ത എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ്. ഇവിടെ നിങ്ങൾ സ്നേഹിക്കും പോലെ ആരും തന്നെ ഇവരെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ മാത്രമാണ് അൺകണ്ടീഷണൽ ലവ് ഇവർക്ക് കൊടുത്തത്. ബാക്കി എല്ലാവരും എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോട് മാത്രമായിരിക്കും ഇവരോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. അതായത് നിങ്ങളുമായിട്ട് തന്നെ ഇവർക്ക് ജീവിക്കണം എന്നുള്ള രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. ഇതുകൂടാതെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. നിങ്ങളുമായിട്ടൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ടാണ് ഇവർക്ക് ഫീലാകുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ്. എൻ്റെ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.